ഈ പ്രാവശ്യം നമ്മളെ വീട്ടിലെ മാവ് പൂത്തിട്ടില്ലെങ്കിലും നമുക്ക് കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ നമ്മളെ വീട്ടിൽ കുറേ മാങ്ങ കൊണ്ട് തന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് കുറേ കട്ട് ചെയ്തും പൾപ്പാക്കിയൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തതിനു. അങ്ങനെ നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഉമ്മ പറഞ്ഞത് നമുക്ക് പ്രഷറും ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊടുവള്ളി ഇക്ര ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്ത് പ്രശ്നമൊന്നുമില്ല, നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മൾ കുട്ടികളെ വീട്ടിലാക്കാതെയാണ് കേട്ടോ വന്നത്. അപ്പോൾ അവരെ ഒറ്റയ്ക്ക് അവിടെ ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊടുവള്ളി അങ്ങാടിയിലേക്ക് എത്തിയാൽ പിന്നെ അവർക്ക് വിശപ്പ് തുടങ്ങും, പുതിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് നേരെ അൽക്കുബേക്കിലേക്കാട്ടോ പോയത്. അങ്ങനെ അവിടെ പോയിട്ട് നല്ല ചൂട് ചായയും കട്ട്ലറ്റും ഫലൂദയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊടുവള്ളി സാഞ്ചി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിനെ അവിടുന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് സാഞ്ചിയിലേക്ക് പോയി. നല്ല ബ്ലോക്കാട്ടോ കൊടുവള്ളി, മൊത്തത്തിൽ എല്ലാ ദിവസവും ഭയങ്കര ബ്ലോക്കാണ്, അതും എല്ലാ ടൈമിനും ബ്ലോക്കാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഉമ്മ വേഗം ഉമ്മക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ മക്കളെന്തായാലും വേഗം പോവുക ചോക്ലേറ്റ് സെക്ഷനിലേക്കാട്ടോ. അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, എന്തൊക്കെ വാങ്ങേണ്ടിയെന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് ചോക്ലേറ്റ്സ്, പിന്നെ ന്യൂട്രല വേണമെന്ന് പറഞ്ഞ് കുറേ ദിവസമായി കച്ചറ. അപ്പൊ നമ്മളൊരു ന്യൂട്രലേ വാങ്ങിയിട്ടുണ്ടേന്. പിന്നെന്താ ഇവന്റെ പരിപാടി എന്താന്ന് വെച്ചാല് ഇവന് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടാട്ടോ. അപ്പൊ ഇവനെ ആരും കാണാതെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഓഫർ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ റിവ്യൂകളൊക്കെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. സംഭവം ആരും കാണുകയും ചെയ്തത് ഇവനിത് ചെയ്യുകയും വേണോ ആ ഒരു മൈൻഡിലാട്ടോ അവന്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. അപ്പോൾ കുട്ടികൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുള്ളപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോരോ മോഡൽ ഫുഡുകളായിരിക്കുമല്ലോ ദിവസം വേണ്ടി വരിക. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാലോ വിചാരിച്ചിട്ട് പോയതേനു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.